അപ്പൊ ഇന്ന് നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. പാട്ടുകളൊക്കെ ആയിട്ട് കുട്ടികൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനു മുന്നേ നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ വെൽക്കം ചെയ്യാം. ഗൈസ് റെഡി? ഓ, കുറച്ച് പേര് ലേറ്റ് ആയിരുന്നു. ഹന, എന്തേ വൈകിപ്പോയി? അത് എന്താ എഴുന്നേക്കണം പറഞ്ഞില്ല, എഴുന്നേക്കണം എന്ന് പറഞ്ഞില്ല. അത് നേരത്തെ എഴുന്നേക്കണം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എഴുന്നേക്കാൻ പറ്റിയേനെ. അതെ അതെ, എഴുന്നേൽക്കാൻ പറഞ്ഞില്ല അല്ലേ? പക്ഷെ നമ്മൾ ഇരുന്നോണ്ട് ഇങ്ങനെ സല്യൂട്ട് ചെയ്യില്ലല്ലോ. ആ ശരിയാ, ആ ബോധം ഉണ്ടായത് കുറച്ച് ലേറ്റ് ആയി പോയി. ജഡ്ജസ്, ഹലോ പാറോ. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖം സുഖം സൗഖ്യം പോകുന്നല്ലേ? ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രേക്ഷകർക്കും ഒരു ആഗ്രഹം, ശരത് സാറിന്റെ ഒരു പാട്ട് കേൾക്കണം. നമുക്കും ഇല്ലേ ചേച്ചി? ഇല്ലേ? അപ്പൊ നമുക്കൊരു പാട്ട്. സർ, ഞങ്ങൾക്ക് ഒരു പാട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഒരു നല്ല തുടക്കമായിക്കോട്ടെ. പിടിക്ക്, ഞങ്ങളൊരു രാജാ സാറിന്റെ പാട്ടും കൊണ്ടുവരികയാണ്. ഐശ്വര്യ, जननी जननी जगमे अहमनी जगत्कारणिनी परिपूरणिनी जननी जननी जगमे अहमनी जगत्कारणिनी परिपूरणिनी जगत्कारणिनी परिपूरणिनी जननी जननी जगमे अहमनी जगत्कारणिनी परिपूरणिनी जननी 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 जननी. എന്തായാലും രാജാ സാറിന്റെ കോമ്പോസിഷനിൽ അമ്മയുടെ ആ ഒരു സോങ് ഉണ്ട്. നമ്മുടെ ഒരു ഫ്ലോർ തന്നെ പോസിറ്റീവ് ആയിരിക്കാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് പാടാൻ വരുന്നത് യശ് ആണ്. പെപ്പി നമ്പറിലാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം യശ്. തദരിന്നരി തദരി ആനന ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നുപോയി പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. പപ്പ മകരി മകരി സരി സനി ധനിപ്പ ഗരി സ സനി സദ സദ പ സദ പ നി സരി ഗ പ മ ഗ മകരി ഗ ഗരി സനി ധനി ധ ധനി ധ പ മ പ പ ന മ പ ഗ മ രി ഗ സരി സനി സ സരി ഗ രി ഗ മ ഗ മ പ രി ഗ മ ഗ മ പ മ പ ധ പ ധ നി സ നി ധ പ ധ നി സ
കുലുങ്ങും കാതിൽ കുറുകൊമ്പ് വിളിക്കും കാറ്റിൽ നന്തുണി മീട്ടും കാവിൽ കലികോമര മുറയണ താളം മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തിവിളക്ക് കൊളുത്താനായി ഞാനും പോരുമ്പോൾ അണിനിരയായി ആകാശവും മറുതിരികൾ നീട്ടുന്നുവോ ഹരിചന്ദനം തുടുനെറ്റിയിൽ മണിവീണ നീലാംബരി പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ വളവാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലമ്പിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നുപോയി പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ വടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ. എന്തോ സൂപ്പറായിരുന്നു. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പോസിറ്റീവ് വോയിസ്, യശിന് പറ്റിയ ഒരു സോങ് സെലക്ഷൻ, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് പാടി. പിന്നെ സ്റ്റെപ്പ് ഒക്കെ നല്ല രസമാണ്. ഒന്നുകൂടെ കാണിച്ച ബാക്കിലേക്ക് ഇങ്ങനെ പോയ സ്റ്റെപ്പ്. കറക്റ്റ് ആയിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കണ്ടോ, സ്റ്റെപ്പ് കാണിച്ച് കണ്ടോ യശ്? പിന്നെ ആ മുട്ടിലിടിക്കുന്ന സ്റ്റെപ്പല്ലേ അവസാനം? നല്ല രസമുള്ള സ്റ്റെപ്പായിരുന്നു. ഒന്നുകൂടെ അതിങ്ങനെ പാടി ചെയ്യ് യശ്. ചെറിയൊരു കോച്ചിപ്പിടുത്തം പോലെ ഫീൽ ചെയ്തെങ്കിലും ചോദിക്കാം. ശരത് സർ. യശേ, ബ്യൂട്ടിഫുൾ, അടികുഞ്ഞി സൂപ്പറായിട്ട് പാടി. അതൊരു എന്താ പറയണ്ട, ഒരു മനോഹരമായിട്ടുള്ള ഇത്. പാട്ടിനെ പറ്റി പറയും. പാട്ട് കമ്പോസ് ചെയ്തത് 4 മ്യൂസിക്സ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പാണ്. ജിം, ബിബി, എൽഡോസ്, ജസ്റ്റിൻ ഇവരാണ് പാട്ട് കമ്പോസ് ചെയ്തത്. നല്ല പാട്ട്, വെരി ഗുഡ് പാട്ട്. പാട്ട് പാടിയത് MG ശ്രീകുമാർ സർ. അണ്ണാച്ചി. വരികൾ ഡോക്ടർ മധു വാസുദേവൻ സർ. പടം ഒപ്പം. ഇപ്പൊ ഇവരുടെ ഒക്കെ അനുഗ്രഹം ഒപ്പം ഉണ്ടായിരുന്നു യശിനൊപ്പം. നന്നായിട്ട് പാടി കേട്ടോ. വളരെ ക്ലീൻ പ്രസന്റേഷൻ. എനിക്ക് ആകെ ഉള്ള ഒരു സംഭവം തോന്നുന്നു, ഒരു ചിരി. ഇനി ചിരിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു സ്റ്റൂള് മേടിക്കും. എന്നിട്ട് അത് ഇട്ടിട്ട് 2 അടി തലയ്ക്ക് ഇരിക്കണ്ട. ഇരുത്തിയിട്ടല്ലേ പുള്ളിക്ക് ഹൈറ്റ് എത്തണ്ട. എനിക്കത്തണ്ട, അതിനാ സ്റ്റൂള് ഇരുത്തുന്ന എന്തിനാ? നീ എന്തോന്നറിയ ഇത്? ഞാൻ വിചാരിച്ചു യശ് ഇരുന്നാ സാറിന് അടിക്കാൻ എളുപ്പമായിരിക്കും. കിടക്കാൻ പറഞ്ഞാൽ ഇഷ്ടമല്ല. ഞാൻ കേറി നിന്ന് അടിച്ചോളാം. ശരത്തേട്ടൻ തല്ലുന്നുണ്ടെങ്കിൽ നിന്നിട്ടേ അപ്പൊ യക്ഷേ മനോഹരമായിട്ട് പാടി കേട്ടോ. എനിക്ക് ആ സ്വരം പോർഷൻ, ആ സെക്കൻഡ് മാത്രം ഒന്ന് പാടി കേൾപ്പിക്കുമോ? ഗരി സ സ സ നീ സ സ ദ സ സ പ സ സ പ ധ നി സ രി ഗ പ മ ഗ മ ഗ രി ഗ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. ഫാന്റാസ്റ്റിക്. ഇനി മേലാൽ ഇങ്ങനെ പാടിക്കോളൂ. നന്നായി യക്ഷേ. ഒരു നല്ല എന്താ പറയണ്ട, വളരെ പോസിറ്റീവ് ആയിരുന്നു. നമുക്കൊരു അതല്ല വേണ്ടത്. ഒരു പാട്ട് പാടുമ്പോൾ അത് ക്ലീനായിട്ട് പാടുകയും ചെയ്തു. അതിൽ പല ഏരിയകളും നമുക്ക് കുറേ ആ ചിരി എനിക്ക് മനോഹരമായി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു തവണ കൂടെ ആ ചിരി കേൾക്കണം. ആ ചിരിക്ക് പ്രയോജനം ഉണ്ടാവും യക്ഷേ. ചെവി നുള്ളിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. सर मैं मस्त हूँ सर. आप कैसे हो सर? ഇവരെന്തൊക്കെയോ പറയുന്നു ശരത് സർ. തെറി പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. സഭ്യമായിട്ടുള്ള ഭാഷ സംസാരിക്കും. ഷാനിക്ക ജഡ്ജ്മെന്റ് ഹിന്ദിയിൽ പറയോ? അത് മുഴുവൻ പൊട്ടത്തെറ്റായി. യശ് ഭയങ്കര ക്ലീൻ സിംഗിങ് ആണ്. ഇപ്പൊ ചേർത്തോട്ട് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്ലീൻ, വെരി ക്ലീൻ സിംഗിങ്. താങ്ക് യു സർ. നല്ല എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അങ്ങനത്തെ ഒരു പാട്ടും കൂടിയാണല്ലോ, ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു സോങ് ആണ്. എനിക്കും ഈ പറഞ്ഞ പോലെ ആ ചിരി, നമ്മൾ ആ ചിരിയാണ് മിസ് ചെയ്യുക. പിന്നെ കോറസ് കലക്കി ഉഗ്രനായിരുന്നു. മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി തന്നു യശും
കൂട്ടരും അങ്ങനെ പറയാം. എല്ലാവരും കൂടെ ഒരുമിച്ച്, പിന്നെ ഓർക്കസ്ട്ര, നിങ്ങളും കാലയ്ക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത്. എനിക്ക് ഫ്രാങ്ക്ലി ആ ഒരു ചിരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ થોડા ഓർ മസ്ത്. അതെ സർ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. താങ്ക് യു സർ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ ദി താങ്ക് യു ബെസ്റ്റ്. ഷാനിക്ക. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി यश മാം बहुत अच्छा गाया आपने. താങ്ക് യു സോ വെരി മച്ച്. നൈസ്. എനിക്ക് സത്യത്തിൽ ഈ ഒരു പാട്ട് MG സാറിൻ്റെ ശബ്ദം ഇപ്പോൾ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ശബ്ദമാണ്. അത് ഏത് തരത്തിലുള്ള പാട്ടിനകത്ത് കയറുമ്പോൾ ആ പാട്ടിലൊരു മാജിക് വരും. അപ്പോൾ വല്ലാത്തൊരു മാജിക്കാണ് അത്. ഹീസ് എ ലെജൻഡ് ഓഫ് കോഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വോയിസിൽ വന്നിരിക്കുന്ന കുറേ ക്ലാരിറ്റി സാധനങ്ങളുണ്ട്. കുറേ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ലാലേട്ടന് വേണ്ടി പാടുമ്പോൾ ഒരു extra സംഭവം ഉണ്ടാവും. അതെ, ഇപ്പൊ ലാലേട്ടന് വേണ്ടി ഇപ്പൊ ചിരി ആയാലും പോലും അദ്ദേഹം എങ്ങനെയായിരിക്കും പിക്ചറൈസ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടാണ് അത്. ചിലപ്പോൾ അത് അതിലുണ്ടാവില്ല, സാർ ഇടുന്നതായിരിക്കും ചിരി. ആ ചിരി കണ്ടിട്ട് ലാലേട്ടൻ അത് അഭിനയിക്കും. അപ്പോൾ ഈ കുറേ എക്സ്പ്രഷൻസ്, ഈ ഡ്രാമ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു പാട്ടിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഞങ്ങൾ അലിഭായ് എന്ന് പറഞ്ഞ പടത്തിൽ പാടുന്ന സമയത്ത് ഞാനും സാറും ഒരുമിച്ചാണ് ആ സമയത്ത് ഡ്യുവറ്റ് പാടുന്നത്. അപ്പം സാർ എന്തുമാത്രം അതിൻ്റെ അകത്ത് ഈ പറയുന്ന എക്സ്പ്രഷൻസ് നമ്മൾക്കും ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളും ഇതുപോലത്തെ എക്സ്പ്രഷൻസ് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് രസമാണ് ശരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും അദ്ദേഹം ആ വർക്ക് ചെയ്തത് എന്നുള്ളത് ഐ ക്യാൻ ഇമാജിൻ. ഇപ്പം യശ് പാടുമ്പോൾ അതിനകത്ത് കുറേ ഇപ്പം ഈ സ്വരങ്ങളായാലും പിന്നെ അതിലുള്ള ആ ഗിമിക്സും സാധനങ്ങളും ആ എനർജിയും സകല സാധനങ്ങളും തന്നെ സാറിൻ്റെ ഒരു എനർജി എന്ന് പറയുന്ന ഒരു പീക്ക് എനർജിയാണ്. യശ് ഇതിന് മുന്നേയും വന്നപ്പം എല്ലാ സ്വരങ്ങളുള്ള ഒരു പാട്ട് എടുക്കും എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഒരു എടുത്തു വരുമ്പം പെപ്പിയാണെങ്കിലും എന്താണെങ്കിലും അതിലൊരു സ്വരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ യശ് ഈ പാടിയത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അതിന് എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. അവിടെ വരട്ടെ. വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നുപോയി, പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നുവോ, പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ, ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാ. എനിക്ക് അവിടെ ഇരുന്നിട്ട് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല. കാരണം ദിസ് ബോയ് അത്ര മനോഹരമായിട്ട് ഏത് പാട്ടെടുത്താലും ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആ ഒരു ഡെഡിക്കേഷൻ, ഇന്ന് പാടിയ സ്വരങ്ങൾ, അതിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസും ആ ലാസ്റ്റിലൊക്കെ വന്ന് നിർത്തിയ പോർഷൻസൊക്കെ ഫാന്റാസ്റ്റിക്. മറ്റൊന്നും പറയാനില്ല. യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ കീപ് സിംഗിങ്. ജുഗ് ജുഗ് ജിയോ. താങ്ക് യു. യെസ്, മഞ്ചരിപ്പെട്ടി തുറന്നിരിക്കുകയാണ്. വാട്ട് ഡു യു ഫീൽ നൗ? സൂപ്പർ ഫീലിംഗ് ആണ്, സൂപ്പർ ഫീലിംഗ് ആണ്. Okay, You deserve it. Thank You you, were ma'am. fantastic today. താങ്ക് യു. എന്തേ പറ, മഞ്ചരിപ്പെട്ടി തുറന്നിരിക്കുകയല്ലേ? ആദ്യമായിട്ടല്ലേ പെട്ടി അല്ല, തുറന്നത്? തുറന്നത് പൂട്ടി. തുറങ്ങിയിരിക്കുക അല്ലേ എന്ന് പറഞ്ഞാൽ അത് പൂട്ടിക്കഴിഞ്ഞു. അങ്ങനെയല്ല, എന്നാലും തുറന്നല്ലോ സാർ. ആ, തുറന്നു. അത് വലിയ കാര്യമാണ്. പറയൂ. നല്ല സ്വീറ്റ്സ് ഒക്കെ കിട്ടി. ആ, പിന്നെ യശ ആദ്യമായിട്ടാണോ പെട്ടി തുറക്കുന്നത്? അതെ. അതെ. ആ, കുറെ ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. കുറെ ഹാപ്പിയാണ്. ഭണ്ഡാരോ തുറന്നിട്ടുള്ള. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. ചോദിക്കും. ശരത് സർ, എന്തോ എത്രയാണ് യശിന് പോരെ. ഈ ഒരു പെർഫോമൻസിന്? നെല്ലുകിലുങ്ങും കാതും കുറുകൊമ്പ് വിളിക്കും കാറ്റും നന്തുണി മീട്ടും കാതും കലികോമര മുറയണ താളം മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തിവിളക്ക് കൊളുത്താനായി ഞാനും പോരുമ്പോൾ അണിനിരയായി ആകാശവും മറുതിരികൾ നീട്ടുന്നുവോ ഹരിചന്ദനം അവിടെ നിക്കണം. മണി വീണ നീലാംബരി ഇതേ നടക്കും. പറയൂ, സീറ്റിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാനുള്ള ഒരു അതെ കാര്യം. നമ്മള് എന്റെ കയ്യിലൊരു പെട്ടിയുണ്ട്, അറിയാമല്ലോ. അറിയാം, സംഗതി പെട്ടി. അതെ, ആ, ആ പെട്ടിക്കകത്ത് തുറക്കാൻ പറ്റിയില്ല. പെട്ടി അടഞ്ഞു അല്ല, അത് തുറക്കാം, അത് ഒരു ഇച്ചിരി ബലം പിടിക്കണം. അപ്പൊ അത് എനിക്കതൊരു പെട്ടിയിൽ കാശുണ്ടോ എന്നുള്ള ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൈയും വീശി വന്നു.
ദിസ് ഇസ് ടു മച്ച്. എന്താണത്? പോക്കറ്റിൽ ഇത് എന്റെയും ഷാന്റെയാണ്. ഞങ്ങള് രണ്ടുപേരും അവിടുന്ന് ഒരു ഫണ്ട് പിരിവ് നടത്തി കൊണ്ടുവന്നു. പിരിവ് നടത്തി 500 1000 രൂപയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. സൂപ്പർ. അയ്യോ എന്റെ പേഴ്സ് കാണാനില്ല, എന്റെ പേഴ്സ് കാണാനില്ല. അത് ഇന്നലെ ഉണ്ടായിരുന്നു, അതിലൊരു ചുക്കുമില്ലായിരുന്നു. ആ സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിച്ചായിരുന്നു എന്നെ. ഇപ്പൊ പഠിക്കാം നമുക്ക്. ഇപ്പൊ വേണ്ട. ഇപ്പൊ പഠിക്കാം. യശ് ആ സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിക്കൂ. ശരത് സാറിന് പറ്റുന്ന സ്റ്റെപ്പ്. രണ്ടുപേരും കേട്ടോ. ഷാനിക്കും യശ് നടുക്ക് നിൽക്കും. യശ് കുറച്ച് ദൂരം നിന്നോ, സാറിന് ചവിട്ടിയിടരുത്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം ആദ്യം. സാർ കേറി നിക്കണേ. ആ ഷാനിക്ക് നേരെ നിക്കാം. അല്ല പറക്കണ്ട. സാർ ഇവിടെ നിക്ക്. ആ യശ് അത് ഈ ഷോൾഡേഴ്സ് ഇങ്ങനെ അവിടെ പഠിപ്പിക്കൂ. ഈ ഷോൾഡേഴ്സ് പഠിച്ചാ ഇനി 3 പേരും ഒന്നിച്ച് ചെയ്യണേ. 3 പേരും ഒരുമിച്ച് നിക്ക്. ഷാനിക്ക് ക്യാമറ കിട്ടണ്ടേ? ആ കേറി നിക്ക്. യശ് കേറി നിക്ക്. ആ റെഡി, മ്യൂസിക്. nice. സൂപ്പർ. അയ്യോ നേമാണ്. അല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്കൊന്ന് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു വേദിയിൽ ഒരുമിച്ച് നൃത്ത ചുവടുകൾ. അതെ, സത്യം. ഷാനിക്ക ഇങ്ങനെയെങ്കിലും ശരത് സാറ്. യെസ്. അല്ല അത് ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ അവസരപ്പെട്ടിയും കൂടി തുറന്നേനെ അവൻ ചിരിച്ചായിരുന്നെങ്കിൽ. ഓ ചേച്ചി ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരത് സാർ എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ജരി? നമ്മുടെ സാറ് പണ്ടേ ഭയങ്കര ഡാൻസറാണ്. ഡാൻസ് പ്രത്യേകിച്ച് പറക്കരുതെന്ന് ഓൾറെഡി യശ് അവിടെ പറഞ്ഞിട്ടുണ്ട്. കതിരുണ്ണുവാൻ വന്നുപോയി പുഴമീനുകൾ തെളിനീരിലായി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സാർ. യശേ സർ 9.5 മാർക്ക്. അടികുഞ്ഞി പെണ്ണമ്മ താങ്ക് യു ശരത് സാർ. ഷാനിക്ക 9.5. വളവാണ്ടി താളം ചേച്ചി. യഷിന്റെ ഭാവി ഗാനക്കുടത്തിലേക്ക് ഇട്ടിരിക്കുന്നു. So total 19 marks. Super. ടോപ്പർ ആയിരിക്കാണ് ഇപ്പോ ഇതുവരെ. അപ്പോ ഇനിയും അടുത്ത ഷെഡ്യൂളിലൊക്കെ നന്നായി പെർഫോം ചെയ്യാം. ഓക്കെ യെസ് തിരിച്ചു പാടണം. അപ്പൊ മഞ്ചേരിപ്പേട്ടി തുറന്നു, ദേ പൈസ കിട്ടിയിരിക്കുന്നു, ഫുൾ നല്ല മാർക്സ് കിട്ടിയിരിക്കുന്നു, ഫുൾ ഹാപ്പി. ആ ഹാപ്പിനെസ്സിൽ ഓടിപ്പോകും. അങ്ങനെ യശിന്റെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നമ്മൾ കണ്ടു. കുറെ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഇനി അടുത്തത് നമുക്ക് ട്രിബ്യൂട്ട് ടു മാസ്റ്റേഴ്സ് റൗണ്ടിലേക്ക് പോവാം. സലീൽ ദായ്ക്ക് വേണ്ടിയാണ് ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പാടാൻ വരുന്നു ശ്രേയ. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി. ശാരികേ ശാരികേ
വിടരാൻ വിതുമ്പുമേതു പൂവിൻ ഗാനം ഇന്നിൻ്റെ കിളിവാതിലിൽ പാടി നീ. വിടരാൻ വിതുമ്പുമേതു പൂവിൻ ഗാനം ഏഴിലം പാലപൂത്തു കാതിലോല കാറ്റിലാടി. ഏഴിലം പാലപൂത്തു കാതിലോല കാറ്റിലാടി. പീലി നീർത്തി കേളിയാടോ നിലരാവേ ശാരികേ ശാരികേ. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി ശാരികേ ശാരികേ. ശ്രേയ യെസ് ചേച്ചി. എങ്ങനെ പാടി? അറിയില്ല, ഏ? ചോദിക്കാം. ടെൻഷൻ ഉണ്ടായിരുന്നു ആ സംഗതികളൊക്കെ കിട്ടുമെന്ന്? ചെറുതായിട്ട് ഏ? ചെറുതായിട്ട്. പക്ഷെ നിനക്ക് പാടുമ്പോ ടെൻഷൻ ഉള്ളതായിട്ടൊന്നും തോന്നി? ഇങ്ങനെ സ്റ്റേജിൽ കയറി ചിരിക്കണല്ലോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ചിരിച്ചു നിന്ന് പാടണം എന്നല്ലേ? ഓക്കെ, ചോദിക്കാം. ചോദിക്കാം. മഞ്ജരി ചേച്ചി. എന്റെ ശാരികേ, ഓ ആഹാ എന്ത് നല്ല പാട്ടാ സെലക്ട് ചെയ്തത്. ശ്രേയ പറയൂ, പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സലീൽ ചൗധരി സാറാണ്. ആ. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ് സാറാണ്. Okay. സിനിമ സ്വപ്നം, പാടിയത് ജാനകി അമ്മ. ആഹാ എന്തൊരു കോമ്പിനേഷൻ. ബ്യൂട്ടിഫുൾ സോങ്. അത് നന്നായിട്ട് പാടി. താങ്ക് യു മാം. എനിക്ക് മോള് ഇതിൽ പാടിയതൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിച്ചു, പാടി. ഒരു ചെറുതായിട്ട് അടഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. മൂക്കടഞ്ഞിട്ടുണ്ട്. മൂക്കടഞ്ഞിരിക്കുകയാണ്. ഓ, അപ്പൊ അത് ഉള്ള ഇൻബിൽറ്റ് പ്രശ്നം കാരണമാണോ അങ്ങനെ? അപ്പോൾ അതറിയില്ല. അപ്പൊ എനിക്ക് ഇന്ന് അത് ആ വോയിസ് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിയത്. അതെന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി മൂക്കടഞ്ഞത് കൊണ്ടാണോ അങ്ങനെ ഒരു സംഭവമായത് എന്നുള്ളത്. അപ്പോൾ ആ ഒട്ടുമിക്ക ഭാഗങ്ങളും എനിക്കത് പ്രത്യേകിച്ചൊന്ന് ഈ അടഞ്ഞ ഒരു ഫീലാണ് തോന്നിയത്. അല്ലാതെ പാട്ട് വൈസ് തരക്കേടില്ലാണ്ട് പാടി. അതൊരു ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്. കാരണം ഇപ്പോൾ ജാനകി അമ്മ പാടുമ്പോൾ അമ്മ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം ഫീല്, വാക്കുകൾ പറയുന്ന രീതി, അതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഒരു യുണീക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം അതൊന്ന് എനിക്ക് ആ ഒരു ലെവലൊന്ന് ബാലൻസ് ചെയ്യാനോ എന്താ പ്രശ്നം മോള് തന്നെ ഒന്ന് അത് കണ്ടുപിടിക്കണം. ഓക്കെ മാം. ബാക്കി പോർഷൻസ് ഒക്കെ തരക്കടിയിലാണ് എന്നെ പാടി കേട്ടോ. താങ്ക് യു മാം. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ശ്രേയ സർ. നല്ല ഉഗ്രം പാട്ടടാ. ഓ, താങ്ക് യു സർ. കാര്യം പണ്ടൊക്കെ ഈ ശാരികയെ പാടുമെങ്കിൽ ഒരു പാട്ടുകാരിയായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഈ നാദബ്രഹ്മത്തിന് പാടുമെങ്കിൽ ഒരു മെയിൽ പാട്ടില്ല, കൊള്ളാം. അങ്ങനെ ഈ ആളുകളെ ഇട്ട് എന്താ പറയണ്ട, ഒരു പാട്ടുകാരി, ഇതൊക്കെ പാടാമെങ്കിൽ മാത്രമാണ് നീ ഒരു പാട്ടുകാരി, ഇല്ലെങ്കിൽ നീ വീട്ടുകാരി എന്ന് പറയുന്ന ഒരു ലെവലുണ്ടായിരുന്നു. അത് എല്ലാവരും അത് പണ്ടൊക്കെ ആളുകൾ ചോദിക്കുന്നത് എനിക്കറിയാം. നാദബ്രഹ്മ എടുക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എടുക്കുമെന്നല്ല, അത് പാടുമെന്നാണ്. എന്നാ കൊള്ളാന്നുള്ളതാണ്. അത് എന്തൊരു മെനക്കേടാ. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പാടി ശ്രേയ. താങ്ക് യു സർ. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ശാരികയെന്ന് പറഞ്ഞ് പാടുന്ന ആ ഒരു സംഗതിയില്ലേ, അതിനത്രയും ബലം വേണ്ട. ഓക്കെ സർ. ഒന്ന് പാടാമോ? ശാരികേ ശാരികേ. അപ്പൊ അത് അത് വേണ്ട. ഇപ്പോഴും ഉണ്ട് അത്. എന്നൊരു ഐറ്റം കേട്ടോ, അത് വേണ്ട. അത് ശാരികേ ശാരികേ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കി വേണം പാടാൻ എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്ന് കണ്ടു. ആ കണ്ടു ഒന്ന് പാടാമോ? മാനസം പാടിയാൽ മതി. മാനസം ഞാൻ ഇന്നു
കണ്ടു ഇന്നു കണ്ടു ഇന്നു കണ്ടു അടുത്ത ഇന്നു കണ്ടു. ഇന്നു കണ്ടു. ആ അതൊക്കെ നോക്കിക്കോളുക കേട്ടോ. പിന്നെ ആ മേളിലുള്ള സംഗതിയൊക്കെ നല്ലതായിരുന്നു. അതുപോലെ ഇതൊന്ന് പാടിക്കേ. നീലരാവേ നീലരാവേ ശാരികേ അത് വേണ്ട, പ്ലെയിൻ, മേക്ക് ഇറ്റ് സിമ്പിൾ. ആ അതാണ് കഷ്ടം പാടാൻ. അതെ. അത് ഈസിയായിട്ട് പാടാം, മറ്റേത് മെനക്കേടാ. അപ്പൊ അത് കറക്റ്റ് ആക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഷാനിക്ക. ശ്രേയ ആ സർ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ശ്രേയ. താങ്ക് യു സർ. ഓക്കെ. പിന്നെ വോയിസും നല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറെ ഭാഗത്ത് നമുക്ക് ഞാൻ ആകെ എഴുതി വെച്ച ക്ലാരിറ്റി എന്നാണ്. കാരണം എല്ലാം ഈ പറഞ്ഞ ആ ഒരു നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയാൽ കൊതുക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ് മാൻ. കാര്യം എന്റെ കൈ മുഴുവൻ ഇതെല്ലാം കൊതുക് അടിച്ചതാ. ആണോ? ആ പിന്നെ അല്ലാണ്ട് ഇത്ര മാത്രം കൊതുക്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വീട്ടില്. വീട്ടില് കൊതുക്. അപ്പൊ അത് ഞാനിങ്ങനെ ഓരോ വരയിട്ടിട്ട് അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ഇട്ട് വെച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പാടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ഏതെങ്കിലും ഒരു ലൈൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ട്രാഷ്ഡായിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ സർ. ബാക്കിയൊക്കെ തിരക്കേടില്ലാതെ തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. ആ എന്താ പാറു? ശ്രേയയുടെ മാർക്ക് ഒന്ന് തരുമോ? ഹലോ പാറു, ആ പ്രാവശ്യം ശ്രേയക്ക് അധികം കൊടുക്കാൻ പറ്റുന്നില്ല. 8.7 ആണ്. ഓക്കെ സർ. ഓക്കെ ശരി Thank സാർ, you. ഞാൻ പിന്നെ വിളിക്കാം Bye. കേട്ടോ. Bye. ഓക്കെ ഓക്കെ 8.7 ആണ് കിട്ടിയിട്ടുള്ളത് ശരത് സാർ താങ്ക് യു പറഞ്ഞു. സർ. എടുത്തോ. ഷാനിക്ക. ഞാനൊരു 8.8 തരാം. താങ്ക് യു ഷാനിക്ക. അവളാകെ ഞെട്ടിയിരിക്കുക. ഇത്രയൊക്കെ പറയുകയും ചെയ്ത് ഭ്രാന്ത് പിടിച്ച കുറെ ജഡ്ജസ്. ഭാവി ഗാനക്കുടത്തിലേക്ക്. ഓക്കെ സോ ടോട്ടൽ 17.5. താങ്ക് യു ചേച്ചി. അടുത്തത് ട്രിബ്യൂട്ട് ടു മാസ്റ്റേഴ്സ് റൗണ്ട് ആണ്. ആ പാടാൻ വരുന്നത് മീശക്കാരൻ മാധവന് ദോശ. അർജുൻ. അർജുൻ. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നീതാ. അർജുൻ ഹലോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാ പാടിയത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് വേറെ എന്ത് വേണം? ഫോണിൽ വിളിക്കാം നിങ്ങളെ. അതല്ലെന്ന് അല്ല, ഇതിൽ കൂടുതൽ impress എന്ത് വേണം? അങ്ങനെയല്ലേ? ആ. ഷോ അങ്ങനൊന്നും പറയുന്ന ആളെ അല്ല. ഇഷ്ടപ്പെട്ടു. അതെ അല്ലേ? നന്നായി പാടിയവൻ, സൂപ്പർ ആയിട്ട് പാടി. ആ, എന്ത് ഹാപ്പി അല്ലേ അർജുൻ? പോരെ. പാറു എന്താ നിന്റെ മുഖത്തൊരു ഹാപ്പിനെസ് ഇല്ലാത്ത? പാറു ഈടായിട്ട് മറ്റേ ഈ ചോറും കറിയും ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ദോശ, ഇഡ്ഡലി, ചട്നി, സാമ്പാർ അതിലേക്കൊക്കെ മാറി എന്നൊക്കെ ഞങ്ങള് ചെറിയ അങ്ങനെയൊന്നും ഞാൻ മാറിയിട്ടില്ല. രാവിലെ മാത്രം ഞാൻ അതൊക്കെ ഇൻസൈഡ് കഴിക്കാം. വിവരങ്ങൾ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇല്ല കേട്ടോ, ചുമ്മാ പറയാം. എന്താ? ചേച്ചി പാവല്ലേ? ആ അതെ, ചേച്ചി പാവല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം നിന്റെ പാട്ട് എങ്ങനെയാണെന്ന്. ഫോൺ കോൾ പോട്ടെ അങ്ങോട്ട്. പോട്ടെ. ട്രിങ് ട്രിങ്. നിങ്ങളെ വിളിക്കുന്നു. ആരെ എടുക്കേണ്ടത്? തന്നെയാണോ? അത് നിങ്ങൾ ആ ഡിസൈഡ്. പാറു. ഹലോ സർ. എന്താ? ഇവിടെ അർജുൻ പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നീ ചെന്നൈ വന്നില്ലല്ലോ. ഞാനോ? ഇല്ലല്ലോ. ഞാനാണോ? അതൊരു പേടിയാ എനിക്ക്. കാരണം ഞാൻ എൻഗേജഡ് ആവും. ചക്രേ സാറേ. അർജുനെ ദോശേ സർ. എന്തൊരു പാട്ടാടാ, എന്തൊരു പാട്ടായത്. ഇതാരാ സെലക്ട് ചെയ്തതെന്ന്? സാർ ഇത് എൻ്റെ സാറാണ് എന്നെ പാട്ട് പഠിപ്പിച്ച സാർ, ബാലമുരളി സാർ. അയ്യോ ബാലമുരളിയോ? അയ്യോ, ഉഗ്രം പാട്ടുകാരനാണ്, അസാധ്യ പാട്ടുകാരനാണ്. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. പല സ്ഥലങ്ങളും കാര്യം ഇത് ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടേ അല്ല. എനിക്ക് ഇത് മാത്രം ഒന്ന് പാടിത്തരുമോ? ഏതോ കിളിനാദം കേണു. ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു. കേണു അങ്ങനാണോ അത് പാടി നിർത്തണ്ടേ? ഏതോ കിളിനാദം കേണു എന്നല്ല. എന്താണ് കിളിനാദം കേണു എന്ന് പറഞ്ഞാൽ എന്താണ്? കരച്ചൽ. ഏതോ കിളിനാദം കേണു എവിടെയോ എന്നുള്ളത് അത് മനസ്സിലാക്കി ആ കേണു എന്നുള്ള വാക്കിനൊരു വാല്യൂ കൊടുത്ത് പാട്. ഏതോ കിളിനാദം കേണു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയാനല്ല, അത്രയ്ക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല.
കേണു കേണു ആ, കീണു അല്ലടാ കേണു. കേണു ഏതോ ഏതോ കിളിനാദം കേണു. ഏതോ കിളിനാദം കേണു. ആ, അത് ക്ലീൻ ആയിക്കോളും. പക്ഷെ എന്തൊക്കെയാലും ചക്കര നല്ലൊരു പാട്ട് എടുത്തോണ്ട് നന്നായിട്ട് തന്നെ പാടി. നല്ല വേഷവും അവനെ മൊത്തത്തിൽ കാണാൻ ഒരു ചന്തമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ, എന്തോ ദോശ കഴിക്കാൻ പോയപ്പോ ദോശ ഉണ്ടാക്കി തന്ന വേറൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആരാത്? ദേ അവിടെ സാർ എൻ്റെ അമ്മ. അയ്യോ, ദോശയുടെ ഹെഡ്. അർജുന്റെ അമ്മ. ആ കണ്ടു ഞാൻ. അമ്മയുടെ കൂടെ ആരാ വന്നിട്ടുള്ളേ? എൻ്റെ കസിനാണ്, അവനും പാടും. പാടോ? യെസ്. എന്നാ പിന്നെ വരായിരുന്നില്ലേ സൂപ്പർ സ്റ്റാറിൽ? വന്നു, കിട്ടിയില്ല. എന്താ കസിന്റെ പേര്? ഭരത് എന്നാണ്. ഭരത്. ഓ ഓക്കെ. ഭരത് ഓഡിഷന് വന്നു, കിട്ടിയില്ല അല്ലേ? ഓഡിഷന് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നിച്ചാണോ നിങ്ങൾ വന്നേ? യെസ്, ഞങ്ങൾ കസിൻസ് ആണ്. ഞങ്ങൾ ഒന്നിച്ചാണ് പാടാ. എന്നാ ഭരത് ഒരു രണ്ടുപേര് കേൾക്കാം. രാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ വീണാനാദം പോലെ. വെരി ഗുഡ്. വെരി നൈസ്, വെരി നൈസ്. എലിമിനേറ്റ് ചെയ്തിട്ട് അവനെ എടുത്താലും അത് ഡെഫിനറ്റ് ആയിട്ട് അത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇവനെ അടുത്ത് ദൂരെ കളയാം. ഭരത് സൂപ്പർ, നന്നായിട്ടുണ്ട്. ഭരത്, ഈ അർജുൻ എങ്ങനെയാണ് ശരിക്കും? നിങ്ങൾ കസിൻസ് ആകുമ്പോ കുറെ കൂടെ അറിയാലോ. മച്ചാൻ പൊളിയാണ്. അടിപൊളിയാണെന്ന്. മച്ചാൻ പൊളിയാണെന്ന്. അമ്മയുടെ കൊടുക്ക്. ഹായ് അമ്മ. മച്ചാൻ പൊളിയാണോ? അമ്മ പറയൂ അർജുനെ കുറിച്ച്. അമ്മ പറയൂ. അർജുൻ അടിപൊളിയാണ്. അർജുൻ ഇവിടെ വന്ന് പാടിയിട്ട് നിറയെ ഇംപ്രൂവ്മെന്റ് ഉണ്ട് ഇവിടെ വന്നിട്ട്. താങ്ക് യു അമൃത TV ആൻഡ് ജഡ്ജസിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇവൻ നന്നായിട്ട് ദോശ ഉണ്ടാക്കോ? നന്നായി ദോശ ഈ ഉണ്ടാക്കും. കാണിച്ചത് മറ്റേ ആട്ടുന്നതാ. ഇതെന്തൊന്നടി ഇങ്ങനെ എന്താ steering ഓ? എന്താ ആള് ബസ് നന്നായി ഓടിക്കുന്നു? ദോശ ഉണ്ടാക്കും. നോർത്ത് ഇന്ത്യൻ ഒക്കെ നന്നായി ഉണ്ടാക്കും ആള്. ഓഹോ, ഓക്കെ, താങ്ക് യു. ഒരു പ്രൊഫൈൽ പുറത്തേക്ക് വിട്ടതുപോലെ. ഓക്കെ, മച്ചാനെ ചോദിക്കാം. ഓക്കെ, ഷാനിക്ക. അർജുനെ സാർ നന്നായിട്ട് പാടിയടാ. താങ്ക് യു. ഉഗ്രൻ സോങ് സെലക്ഷൻ ആടാ, താങ്ക് യു സർ. ഒന്നും പറയാനില്ല. ആൻഡ് എനിക്ക് ആകെ തോന്നിയത് കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ മാത്രം. അതർവൈസ് നന്നായിട്ട് തന്നെ പാടി അർജുനെ. താങ്ക് യു സർ. കേട്ടോ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഒരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും സർ. കാരണം എനിക്കും ദോശ അറിയണമല്ലോ. ഉണ്ടാക്കാനാണോ? ദോശയും മട്ടൻ കുറുമയൊക്കെ മട്ടൻ കുറുമയോ? എന്റെ വീടിന്റെ അടുക്കളയിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എന്തിനാ? ദോശ ഉണ്ടാക്കി. അത് ദോശ ഉണ്ടാക്കാം, പിന്നല്ലാതെ. എന്നെ വിളിക്കണേ ഷാനിക്ക, ഞാനും വരാം കഴിക്കാൻ. നമുക്ക് ദോശയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഉണ്ടാക്കി. അതെ 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 അതെ. ഓക്കെ, ചേച്ചി. അർജുൻ യെസ് മാം. സൂപ്പർ. താങ്ക് യു മാം. എനിക്ക് അർജുന്റെ പെർഫോമൻസ് ഡേ ബൈ ഡേ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദാ അമ്മ പറഞ്ഞു, അമ്മ ഒരു സുന്ദരിയാണല്ലോ. അതെ, ഒരു സുന്ദരിയായ ഒരു അമ്മ. യെസ്, എല്ലാരും ചേച്ചിന്നാ പറയണ്ടേ. ഏ? എല്ലാരും എന്റെ ചേച്ചിയാന്നാ അത്രയും പറയുള്ളൂ. അത് മതി, അവിടെ ഫിക്സ്. എന്തായാലും വളരെ മനോഹരമായിട്ടാണ് ഈ പാട്ട് പ്രസന്റ് ചെയ്തത്. ഇതിനകത്ത് ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അർജുൻ കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇതിന്റെ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാം. സെയിം സോങ് തന്നെ. കാരണം പല ഭാഗങ്ങളുള്ള സംഗതികളും ഭംഗിയായിട്ട് വരുന്നുണ്ട്, ഭംഗിയായിട്ട് പാടുകയും ചെയ്തു. എന്നാൽ കുറച്ചുകൂടി പ്രാക്ടീസ് വരുമ്പോൾ ഇത് ഈ പ്രായമല്ലേ, കുറച്ച് യു നീഡ് ടു ഗ്രോ ഓൾഡ്. അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഒരു സ്ട്രോങ് പാട്ടുകളാണ്. മനസ്സിലാക്കിയെടുക്കാൻ തന്നെ നമുക്കൊരു കുറേ ടൈം എടുക്കും. അപ്പൊ ആ ഒരു സംഗതികൾക്ക് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ വരണമെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രാക്ടീസ് വരണം. അപ്പം അത് കേട്ട് 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 പഠിക്കുക. ബിക്കോസ് ഇതൊക്കെ അങ്ങനെ വളരെ ലൈറ്റായിട്ട് വന്ന് പാടാൻ പറ്റിയ പാട്ടല്ല. എന്നാലും യു ഡിഡ് വെരി വെരി ഗുഡ്. അസലായിട്ട് അത് പ്രസന്റ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനുള്ളൊരു ശ്രമം കൂടെ നടത്തി. എനിക്ക് അർജുനെ കാണുമ്പോൾ ഒരു സത്യം പറഞ്ഞൊരു കുഞ്ഞ് അനുജനെ വരെ എനിക്ക് തോന്നാം എനിക്ക്. കാരണം ആ ഫസ്റ്റ് പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആശ്വാസമായി. അത് തീർന്നു. എനിക്കത് കണ്ടെനിക്ക് ഭയങ്കര സത്യം പറഞ്ഞ കവള് പിടിക്കാൻ തോന്നി.
ഭയങ്കര ക്യൂട്ടാണ്. ആണെന്ന് ആണ്, അവൻ ക്യൂട്ടാണ്. കൊച്ചു കുട്ടിയല്ലേ, അയ്യോ, കൊച്ചു എന്തോ കുട്ടിയാണ്. ആളുകൾക്ക് ഇഷ്ടമാണ് എന്നെ. എനിവേസ് ഗോഡ് ബ്ലെസ് യുടാ. നന്നായിട്ടുണ്ട്. ആ ചെവിയിലിട്ട് കമ്മല് നല്ലോണം തിളങ്ങുന്നുണ്ട്. ഇവിടെടാ. എനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ക്യൂട്ട് ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഷാനിക്ക. അർജുനെ യെസ് മാം. 8.8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. 8.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. അർജുൻ, ഭാവി സുരക്ഷിതം. താങ്ക് യു സർ. താങ്ക് യു. ഗാനക്കുടത്തിൽ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.7. താങ്ക് യു. ഓക്കെ, ഓൾ ദി Okay, ബെസ്റ്റ്. bye-bye. ബൈ ബൈ. ഓക്കെ, അപ്പൊ അങ്ങനെ അർജുന്റെ പെർഫോമൻസോട് കൂടി നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. പക്ഷേ പക്ഷേ അതിനു മുന്നേ ഹയസ്റ്റ് മാർക്ക് കിട്ടിയത് ആർക്കാണ്? ആർക്കാണ്? ആ ഒരു ചടങ്ങിലേക്ക് നമ്മൾ പോകാം നമുക്ക്. Yes. അപ്പോ ജെവന്റെ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഷാനിക്കയുടെയും ശരത് സാറിന്റെയും മാർക്ക് ബേസ് ചെയ്തിട്ട് ആ ഒരു ടോപ്പർ ആയിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം യെസ്. ടോപ്പ് മാർക്ക് നേടിയ യശിന് ഡെവൻ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. വണ്ടർഫുൾ. സൂപ്പർ. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. Nice.